കഥ പാതി വഴിയിൽ 10ാം ഭാഗം. അവതരണം ഷെറിനോഷ. പൂജ, നാളെ ഡിസ്ചാർജ് ആവുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വരും. വിവാഹം കഴിയാനൊന്നും നിൽക്കണ്ട. ഇനി അങ്ങോട്ട് നീ എൻ്റെ ഒപ്പം കഴിഞ്ഞാൽ മതി. അലക്സി അവളുടെ കൈകളിൽ പതുക്കെ ചുംബിച്ചു. ആ സ്നേഹപ്രകടനത്തിൽ പൂജയ്ക്ക് ഏറെ സന്തോഷമായി. കുഞ്ഞ് നഷ്ടപ്പെട്ട ദുഃഖം മറന്ന് അവൾ പ്രണയപരവശയായി അവനെ നോക്കി. അഭിരാമിയുടെ കൂടെ മഹേഷ് ആ കടൽ തീരത്തേക്ക് നടന്നു. അഭി, നീ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? വിധി നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തോറ്റു പിന്മാറുകയാണോ വേണ്ടത്? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ വിജയിച്ച് കാണിക്കണം. നമ്മെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ലെന്ന് ഉറക്ക ലോകത്തോട് വിളിച്ചു പറയണം. മഹേഷിൻ്റെ വാക്കുകൾ അഭിരാമി കേൾക്കുകയായിരുന്നു. അവളൊന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. അഭി, കഴിഞ്ഞതെല്ലാം നീ മറക്കണം. നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി. നീയും ഞാനും വിഷ്ണുവും അല്ലാതെ മറ്റാരും അതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി അറിയിക്കാനും നിൽക്കണ്ട. നിന്നെ പ്രതീക്ഷിച്ച് കനകാൻ്റി വീട്ടിൽ കാത്തിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ആൻറ്റിയെ കാണാൻ നിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. റിസോർട്ടിൽ വെച്ച് നിന്നെ കാണാതായതിന് പപ്പ കേസ് കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ പോലീസ് നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആൻറ്റിയെ സമാധാനിപ്പിച്ചു. ആൻറ്റിക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ കുറച്ച് കാശും കൊടുത്തു. നിനക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളും ടെൻഷനും മാറുന്നതുവരെ നീ ഇവിടെ തന്നെ താമസിച്ചോളൂ. എല്ലാം ഓക്കെ ആയതിനു ശേഷം എല്ലാം മറന്ന് നിനക്ക് തിരിച്ചു പോവാം. മഹേഷ് അവളെ നോക്കി പുഞ്ചിരിച്ചു. അഭിരാമി മഹേഷിൻ്റെ വാക്കുകളെല്ലാം കേട്ടു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു മഹി. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. ഒരുപക്ഷേ ഞാനന്ന് ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ലായിരുന്നു. തന്നെ അന്ന് അവിടെ കൊണ്ടുവന്നതും എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചതും ദൈവം തന്നെയാണ്. ദൈവം എനിക്കൊരവസരം തന്നതാണ് മഹി. എന്നോട് ഈ ദ്രോഹം ചെയ്തവരോട് എനിക്ക് പകരം ചോദിക്കണം. ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും എന്തിനു വേണ്ടിയായിരുന്നു എന്നെ? അവളുടെ മുഖം ചുവന്ന് കലങ്ങി. അബി, അത് നീ മറന്നേക്കോ? ഇനിയും അതിൻ്റെ വേദനയും അവരോടുള്ള പകയും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. നിന്നെ തന്നെ ആ പക നശിപ്പിച്ചു കളയും. മഹേഷ് അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രമിച്ചു. ഇല്ല മഹി, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഭരതൻ, അതായിരുന്നു അയാളുടെ പേര്. കൂടെ അലക്സി എന്ന വേറൊരുത്തനും. എൻ്റെ ശരീരം കീറി മുറിക്കുന്ന വേദനയാണ് ഞാൻ അനുഭവിച്ചത്. മഹി അല്പസമയം ആലോചിച്ചു. അലക്സി എന്ന് അഭിരാമിയുടെ വായിൽ നിന്നും വന്നത് മുതൽ അവൻ ആശങ്കയിലായി. ഇത് പൂജയെ കൊണ്ടുപോയ അലക്സി ആയിരിക്കുമോ? അഭി, താനെല്ലാം വിശദമായിട്ട് പറ. എന്താണെന്ന് റിസോർട്ടിൽ സംഭവിച്ചത്? അവൻ കാര്യങ്ങളെല്ലാം വിശദമായി അഭിരാമിയോട് ചോദിച്ചു മനസ്സിലാക്കി. മഹി, ഇത്രയും താൻ എനിക്ക് വേണ്ടി ചെയ്തില്ലേ? ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. താൻ റിസോർട്ടിൽ ചെല്ലണം. അവിടെ രജിസ്റ്റർ പുസ്തകത്തിൽ അന്നത്തെ ഡേറ്റിൽ റൂം എടുത്തവരുടെ വിവരങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്നും ഭരതൻ്റെയും അലക്സിയുടെയും മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് താൻ എടുത്തു തരണം. ഈ ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി താൻ ചെയ്തു തരണം. പിന്നീട് ഒന്നും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. അവൾ മഹേഷിൻ്റെ മുൻപിൽ തൊഴുകൈയോടെ നിന്നു. ഡോക്ടർ വിഷ്ണുവും അഭിരാമിയും മഹേഷിനെയും കാത്തിരിക്കുകയായിരുന്നു. അവൻ റിസോർട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് തിരിച്ചു വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മഹിയുടെ കാർ ആ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വന്നു. അഭിരാമിയും വിഷ്ണുവും അവൻ്റെ അടുത്തേക്ക് ചെന്നു. മഹേഷ് കാറിൽ നിന്നും ധൃതിയിൽ പുറത്തേക്കിറങ്ങി. അഭി, എല്ലാം സത്യമാണ്. 12ാം തീയതി റിസോർട്ടിൽ റൂം എടുത്തത് ഭരതനും അയാളുടെ ഭാര്യ യമുനയുമായിരുന്നു. പിന്നെ അവരവിടെ കൊടുത്ത അഡ്രസ്സ് ഫേക്കാണ്. ആ അഡ്രസ്സിൽ ആരുമില്ല. ഞാൻ അവർ പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ചു. പക്ഷേ അവിടെ തന്ന ഫോൺ നമ്പർ ശരിയാണ്. ഭരതൻ്റെ നമ്പർ കറക്റ്റായിട്ടാണ് അവിടെ കൊടുത്തത്. ഞാൻ ആ നമ്പറിൽ വിളിച്ചു നോക്കി. ഭരതനോട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ ആരാണെന്ന് അയാൾക്കൊരു പിടിയും കിട്ടിയില്ല. മഹിയുടെ വാക്കുകൾ കേട്ട അഭിരാമിക്ക് സന്തോഷമായി. മതി മഹി, എനിക്കിത് മാത്രം മതി. ഇനി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഉപദ്രവിക്കില്ല. ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഈ നമ്പർ കൊണ്ട് ഞാൻ ഭരതനെ കണ്ടുപിടിക്കും. അയാളെ കണ്ടെത്തിയ എനിക്ക് ഈസിയായി അലക്സിയെയും കണ്ടെത്താം. അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. അകത്ത് ചെന്ന അഭിരാമി അവിടം വിട്ടു പോവാൻ വേണ്ടി തയ്യാറായി തിരിച്ചു വന്നു. മഹി, ഞാൻ പുറപ്പെടട്ടെ?
താനും വിഷ്ണു സാറും ചെയ്ത സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. അവൾ അവർക്ക് നേരെ കൈകൂപ്പി നിന്നു. മഹേഷിന് അഭിരാമി അവിടം വിട്ടു പോവുകയാണെന്നോർത്തപ്പോൾ എന്തോ ഒരു ടെൻഷൻ അനുഭവപ്പെട്ടു. മാത്രമല്ല അലക്സിയെക്കുറിച്ച് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും വേണം. അഭിരാമി, നീ ഏതായാലും വണ്ടിയിലേക്ക് കയറൂ. ഞാനും ഇപ്പോൾ തന്നോടൊപ്പം വരാം. മഹേഷും വിഷ്ണുവും കാറിലേക്ക് കയറിയിരുന്നു. മറുത്തൊന്നും പറയാതെ അഭിരാമിയും അവരുടെ ഒപ്പം തന്നെ വണ്ടിയിലേക്ക് കയറി. പോവും വഴിയിൽ അവൾ ഭരതൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. അല്പസമയത്തെ റിങ്ങിന് ശേഷം ഭരതൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ. അഭിരാമി ആ ശബ്ദം തിരിച്ചറിഞ്ഞു. തൻ്റെ ശരീരത്തിലേക്ക് അയാൾ പതിപ്പിച്ച ഓരോ വേദനയും അവൾക്ക് അനുഭവപ്പെട്ടു. ഹലോ, ആരാണ്? ഭരതൻ മറുഭാഗത്ത് ശബ്ദമില്ലാതായപ്പോൾ വീണ്ടും ചോദിച്ചു. ഹലോ, ഭരതൻ സാറല്ലേ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അതെ, ഭരതനാണ് സംസാരിക്കുന്നത്. ഇതാരാണ്? അയാൾക്ക് ആ ശബ്ദത്തിൻ്റെ ഉടമയെ മനസ്സിലായില്ല. ഞാൻ സാറിൻ്റെ സുഹൃത്തായ അലക്സിയുടെ ഒരു ആരാധികയാണ്. ഞാൻ എന്നും അലക്സിയെ കാണാറുണ്ട്. എനിക്കവനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ എനിക്കത് തുറന്നു പറയാൻ സാധിച്ചിട്ടില്ല. ഇന്നെനിക്ക് അലക്സിയെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവൾ സംസാരം നിർത്തി ഭരതനെ ശ്രദ്ധിച്ചു. അയാൾ മറുപടി എന്തെങ്കിലും പറയുന്നുണ്ടോ? കുട്ടി, എനിക്ക് നീ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. എങ്കിലും അത് സാരമില്ല. ഇന്ന് നേരിട്ട് കാണുമ്പോൾ ആൾ മനസ്സിലാവുമല്ലോ. ഞാൻ അലക്സിയെയും കൂട്ടി എങ്ങോട്ടാണ് വരേണ്ടതെന്ന് പറയൂ. ഭരതൻ ആവേശത്തോടെ പറഞ്ഞു. ഇത് അലക്സിയുടെ വലയിലായ ഏതോ ഒരു പെണ്ണാണ്. അലക്സിയും ഇവളും കണ്ടുമുട്ടിയാൽ അത് തനിക്കും ഗുണം ചെയ്യുമെന്ന് ഭരതൻ അറിയാം. പൂജയോട് മാത്രമേ അവൻ ആത്മാർത്ഥത കാണിക്കാറുള്ളൂ. അവളെ മാത്രമേ ഇത്ര കാലമായിട്ടും അവൻ തനിക്ക് പങ്കുവയ്ക്കാതിരുന്നിട്ടുള്ളൂ. ഭരതൻ സന്തോഷത്തോടെ അവളോട് സ്ഥലം ചോദിച്ചു മനസ്സിലാക്കി. വൈകിട്ട് 4 മണിക്ക് ബീച്ചിൽ വെച്ച് കാണാമെന്നും അവൾ ഭരതന് ഉറപ്പു നൽകി. ഭരതനും അലക്സിയും ഭയങ്കര ത്രില്ലിലായിരുന്നു. ആദ്യമായാണ് ഒരു പെണ്ണ് തങ്ങളെ ഇങ്ങോട്ട് വന്ന് മുട്ടിയിരിക്കുന്നത്. അലക്സി, താൻ ഓവറാക്കാതെ ആ കൂളിംഗ് ഗ്ലാസ്സൊക്കെ അഴിച്ചു വെക്കി. തന്നെ ഡയലി എവിടെയോ വെച്ച് കാണാറുണ്ടെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. നമ്മൾക്ക് പരിചയമുള്ള ആരോ ആവാനാണ് സാധ്യത. അവർ രണ്ടുപേരും മണൽപ്പരപ്പിലൂടെ മുന്നോട്ട് നടന്നു. എവിടെയും മഞ്ഞ നിറമുള്ള ഡ്രസ്സിട്ട് ആരെയും കാണുന്നില്ല. അവൾ മഞ്ഞ കളറിലുള്ള ഡ്രസ്സിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരതൻ ചുറ്റിനും നോക്കി. സമയം 4 ആവുന്നതല്ലേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അവർ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ബീച്ചിൽ വൈകുന്നേരത്തെ തിരക്ക് കൂടിക്കൂടി വന്നു. ആളുകളുടെ ബഹളത്തിനിടയ്ക്ക് അഭിരാമിയും വിഷ്ണുവും മഹേഷും ബീച്ചിലെത്തിയിരുന്നു. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.